പുനലൂർ അടിവയലിൽ ക്ഷേത്രത്തിൽ മോഷണം. മുഹൂർത്തിക്കാവ് ക്ഷേത്രത്തിലെ വഞ്ചികൾ കുത്തിത്തുറന്ന് പണം അപഹരിച്ചു. വിളക്കുകളും അപഹരിച്ചു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി 12 മണിയോടെ ക്ഷേത്രത്തിലെത്തിയ മോഷ്ടാവ് ആദ്യം വഞ്ചികൾ തകർത്ത് ഇതിലുണ്ടായിരുന്ന നാണയങ്ങൾ മാറ്റി നോട്ടുകൾ അപഹരിച്ചു. ഇത് രാത്രി 12 മണിക്ക് ശേഷം വരികയും അതിനുശേഷം ഏകദേശം 4 മണി വരെ ക്ഷേത്രത്തിനകത്ത് തന്നെ പല ഭാഗങ്ങളിലായിട്ടുള്ള മോഷണ ശ്രമങ്ങളാണ് നടന്നിരിക്കുന്നത്. മുമ്പ് 2 വർഷത്തിന് മുമ്പ് ഉണ്ടാവുകയും എന്നാൽ അന്ന് ആളിനെ പിടിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഇപ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്തൊന്നും ഈ ക്ഷേത്രത്തിൽ കള്ളന്മാരുടെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ തന്നെയുള്ള മൂർത്തി നടയിൽ സൂക്ഷിച്ചിരുന്ന വിളക്കും മോഷ്ടിച്ചു. പണം ഉൾപ്പെടെ സൂക്ഷിക്കുന്ന അർച്ചന കൗണ്ടറിന്റെ പിൻഭാഗം കമ്പിപ്പാര ഉപയോഗിച്ച് തകർത്ത് ഉള്ളിൽ കടന്ന് അലമാര ഉൾപ്പെടെ കുത്തിത്തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രം തുറക്കാൻ രാവിലെ എത്തിയ പൂജാരിയാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിഞ്ഞത്. ഇന്നലെ വെളുപ്പിന് 12 മണിക്ക് ശേഷം കണ്ടാൽ പരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു വ്യക്തി ക്ഷേത്രത്തിന്റെ മുൻവശം വഴി പ്രവേശിക്കുകയും ബാക്ക് വശത്തുകൂടി ക്ഷേത്രത്തിലെത്തി വഞ്ചിപ്പെട്ടികളും അതുപോലെ തന്നെ പുറത്ത് മൂർത്തിനടയിലുള്ള വിളക്കും എടുത്തുകൊണ്ടുപോവുകയും വഞ്ചിയിൽ നിന്ന് നാണയം ഉപേക്ഷിക്കപ്പെട്ട രീതിയിലും നോട്ടുകൾ മോഷ്ടാവ് കൊണ്ടുപോയിട്ടുള്ളതായിട്ടുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ അർച്ചന കൗണ്ടറിന്റെ ബാക്ക് വശം പാര കൊണ്ട് അടിച്ചു പൊളിച്ചിട്ടുള്ളതായും അതിനകത്ത് പ്രവേശിക്കുകയും അകത്ത് കയറിയതിനു ശേഷം ചിതിരവിതരമാക്കിയിടുകയും എന്നാൽ അവിടെ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. തുടർന്ന് പുനലൂർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. സമീപത്തെ കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്തു നിന്നാണ് കമ്പിപ്പാരകൾ എടുത്തതെന്നാണ് വിവരം. ലഭ്യമായ CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളതായി സൂചനയുണ്ട്. മോഷ്ടാവിനെ പിടികൂടാൻ ഊർജിതമായ അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.